ഓക്കെ. അപ്പം നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ഒരു ടാൻജന്റ് ലൈനാണ്. ഓക്കെ. അതിൻ്റെ അകത്തോട്ട് ഒരു എക്സ്ട്രാ ടേം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ കിട്ടുന്നത്. ആ ടേം എന്താന്നുള്ളത് നമ്മുടെ ഇത് ടൈലർ സീരീസിന്റെ ലൈൻ ബെൻഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാണുന്നത് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷനും ഇതിൻ്റെ അകത്തോട്ട് ഒരു എക്സ്ട്രാ ടേം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷനും. അതായത് ഈ കാണുന്നത് അതിൻ്റെ ശരിക്കുള്ള ഫോം പറഞ്ഞ ഇത് ഇത് അപ് ടു ദിസ് പോയിന്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇത്രയും വരെയാണ് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് നമ്മുടെ ഇൻട്രസ്റ്റഡ് പോയിന്റ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഇനി കണ്ടേ, അത് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത് ഇത്രയും പാർട്ട്. ഈ കാണുന്നത് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എയും ഈ കാണുന്ന സെക്കൻഡ് ടൈം എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്രയും കാണുന്ന പാർട്ട് നമ്മുടെ ടാൻജന്റ് ലൈനാണ്, സ്ലോപ്പ് അറ്റ് എ പോയിന്റാണ്. ഇതെന്ന് പറയുന്നത് ആ സ്ലോപ്പ് അറ്റ് എ പോയിന്റോടെ ഒരു എക്സ്ട്രാ ടേം കൂടെ ആഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. എക്സ്ട്രാ ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ ലൈൻ ബെൻഡാവും. അത് തന്നെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെൻഡായിട്ടുള്ളൊരു ലൈനാണ്. എല്ലാ കേസിലും ചിലപ്പോൾ ബെൻഡ് ആവണമെന്നില്ല കേട്ടോ. അതായത് ഈ കാണുന്ന സെക്കൻഡ് ടേം 0 ആണെങ്കിൽ ബെൻഡിങ് വരില്ല. കാരണം ഈ രണ്ട് ടേം എല്ലാം കാണും, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എല്ലാം കാണും. ഈ ടേം 0 ആവുന്ന കേസിൽ മാത്രം. അല്ലാതെ മോസ്റ്റ് ഓഫ് ദ ടൈം ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞൊരു കർവ്ഡ് ലൈനാണ്. ഓക്കെ, ഇനി അത് എന്താണെന്ന് ബേസിക്കലി പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഈ കാണുന്നത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 0 എന്ന് എടുത്തല്ല, അതിനെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് വേണ്ടേ, എഫ് ഓഫ് 0 എഫ് ഡാഷ് ഓഫ് 0 എഫ് ഡബിൾ ഡാഷ് ഓഫ് 0. ഇവിടെയും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് 0 തന്നെ. എന്ത് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ അറ്റ് 0. ഓക്കെ, മറക്കല്ലേ, നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ഈ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ഇതിൻ്റെ അകത്തോട്ട് ടേംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ബെൻഡ് ആവും. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി എങ്ങനെ ബെൻഡ് ആവുന്നത്, ഇത് ബെൻഡ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ കംപ്ലീറ്റ് സീരീസ് ആണ് നമ്മുടെ എന്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേംസ് ആഡ് ചെയ്യുമ്പോൾ ഓക്കെ, പുതിയ ടേംസ് ഇങ്ങനെ ലിനിയർ അപ്രോക്സിമേഷൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ലൈൻ ബെൻഡ് ചെയ്യാൻ തുടങ്ങുമെന്നും അതെങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് ക്ലിയർ കട്ടായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ കാണും ഇതുപോലെ. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അപ് ടു ദിസ് മച്ച് പോയിന്റ് ആയിരിക്കും ലിനിയർ അപ്രോക്സിമേഷന്റെ. അതിൻ്റെ അകത്തോട്ട് ഒരു ടേം കൂടെ എക്സ്ട്രാ ആഡ് ആകുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ലൈൻ ബെൻഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ്ലി ബെൻഡ് ചെയ്യാന്നല്ല, ബെൻഡ് ചെയ്യുന്നത് പല രീതിയുണ്ട്. അതെങ്ങനെ ബെൻഡ് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറയുന്ന പുതിയ ടേം ആഡ് ചെയ്യുമ്പോൾ ബെൻഡ് ആവും. ഓക്കെ, അങ്ങനെ ബെൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ലൈനാണ് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഇനി ഇത് നിങ്ങളുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. അല്ലാത്തവരാണെങ്കിൽ ഐ ബെറ്റർ റെക്കമെൻഡ് നിങ്ങളത് പോയി കാണുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇച്ചിരി ലെങ്തിയാണ്, പക്ഷേ വർത്ത് ഇറ്റ്. ഇനി ഓക്കെ, ചെറിയൊരു ഒരു ഫംഗ്ഷന്റെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ കാണിച്ചുതരാം. ഈ കാണുന്ന നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഈ കാണുന്ന റെഡ് കർവ്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ വരയ്ക്കുമ്പോൾ ഓക്കെ, ഏത് ഈ പോയിന്റിൽ അറ്റ് 1 വരച്ചെന്ന് വെച്ചോ, ഇത് ബേസിക്കലി ഈ കാണുന്ന അതേ കർവ് തന്നെയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു എൻലാർജ്ഡ് വെർഷനായി ഇതന്നേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഇത് ഇപ്പം 0-ലായിരിക്കുന്നെങ്കിൽ 1 അങ്ങനെ ഇരിക്കും. ഇതേ സാധനം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ആദ്യത്തെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ റെഡ് കർവ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ വരച്ചപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ലിനിയർ അപ്രോക്സിമേഷൻ വരച്ചാൽ ആ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, നമ്മുടെ തൊട്ടു മുമ്പുള്ള ലിനിയർ അപ്രോക്സിമേഷൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ഒന്നുകൂടെ എടുത്ത് പറയുന്നില്ല. ബാക്കി എല്ലാ പോയിന്റിലും അവർ തമ്മിൽ ഭയങ്കര മിസ്മാച്ച് കാണും. ആകെപ്പാടെ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ സെയിം വരൂ. അപ്പം എല്ലാ പോയിന്റിലും സെയിം ആവാനായിട്ട് നമ്മൾ എന്താ അവിടെ ചെയ്തത്, ലൈൻ ബെൻഡ് ചെയ്ത് അല്ലേ, ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ലൈൻ ബെൻഡ് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ലൈൻ ബെൻഡ് ചെയ്യാനായിട്ട് ടേം ആഡ് ചെയ്യണം. അത് തന്നെ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ അകത്തോട്ട് ടേം ആഡ് ചെയ്യുക. ടേം ആഡ് ചെയ്യുമ്പം ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ വളഞ്ഞ് വേറെ ലൈനോ
അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ. ഓക്കെ, ഈ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ്റെ അകത്തോട്ട് ഒരു ടേം കൂടെ ആഡ് ചെയ്തപ്പം ഇങ്ങനെ വളഞ്ഞായതാ. ഇതെങ്ങനെ വളഞ്ഞാവുന്നെന്ന് ഓൾറെഡി നമ്മൾ ലൈൻ ബെൻഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ബേസിക്കലി ഈ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ്റെ അകത്തോട്ട് നമ്മളൊരു എക്സ്ട്രാ ടേം കൂടെ ആഡ് ചെയ്തപ്പം അത് വളഞ്ഞതാ, ഇങ്ങനായി. ഓക്കെ, ആൻഡ് റെഡ് ലൈൻ എവിടെ പോയാലും ചിലപ്പോൾ സംശയം കാണും. ഈ റെഡ് ലൈൻ ഇതിൻ്റെ താഴെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ ഗ്രീൻ ലൈൻ അതിൻ്റെ മേളിൽ കൂടെ പെർഫെക്റ്റ് ആയിട്ട് അലൈനായി. അതുകൊണ്ടാണ് നമുക്ക് ആ റെഡ് ലൈൻ കാണാത്തത്. അതായത് പറഞ്ഞാൽ ഈ പോയിന്റ്, ഓക്കെ, എക്സാക്ട്ലി ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ആ ഗ്രീൻ ലൈൻ റെഡ് ലൈനുമായിട്ട് പെർഫെക്റ്റ്ലി മാച്ച് ആവുന്നുണ്ട്, അലൈൻ ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ മേളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു കാരണവശാലും റെഡ് ലൈനെ കാണാൻ പറ്റാത്തത്. കാരണം പെർഫെക്റ്റ് ആയിട്ട് മിമിക് ചെയ്യുന്നുണ്ട് ആ ടേം ആഡ് ചെയ്തപ്പോൾ. ഓക്കെ, ബേസിക്കലി പറഞ്ഞാൽ ഈ ബ്ലൂ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ടേം ആഡ് ചെയ്ത്, എന്ത് ടേം? ഈ കാണുന്ന ടേം ആഡ് ചെയ്തപ്പം ലൈൻ വളഞ്ഞ് എന്തായി? ഈ ഗ്രീൻ ലൈനായി. ആൻഡ് ആ ഗ്രീൻ ലൈൻ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ എക്സാക്ട്ലി മിമിക് ചെയ്യുന്നുണ്ട്. ഏത്? ഈ ലെഫ്റ്റിലെ തിങ് അറ്റത്തെ ഈ പോയിന്റ് തൊട്ട് റൈറ്റിൽ തിങ് അറ്റത്തെ പോയിന്റ് വരെ എക്സാക്ട്ലി മിമിക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ റെഡ് ലൈനോട്ട് പെർഫെക്റ്റ്ലി അലൈൻ ആണ്ട് റെഡ് ലൈൻ ആണ് കാണാത്ത. ആക്ച്വലി റെഡ് ലൈൻ അടിയിൽ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ ടേം ആഡ് ചെയ്തപ്പം ഈ ഗ്രീൻ എന്താ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ കിട്ടിയത് പെർഫെക്റ്റ്ലി റെഡുമായിട്ട് അലൈൻഡ് ആയാണ് അതിനെ മേളിൽ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ഈ കാണുന്ന ഗ്രീൻ ലൈനാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ലൈൻ. ഓക്കെ, ഈ ബ്ലൂ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ഇനി ഇത് സംശയം തോന്നുന്നുണ്ട്, കാരണം ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ലൈൻ ബെൻഡിങ് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഒരുപാട് ലെങ്ത് ഭയങ്കര റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ അത് ഒന്നുകൂടെ പറയുന്നില്ല. ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ എടുത്താൽ നമുക്കത് എക്സാക്ട്ലി ഈ പോയിന്റിൽ, അതായത് ആ പാസ് ചെയ്ത് പോകുന്ന 1 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ അവർ സെയിം ആവും. ബാക്കി എല്ലാ പോയിന്റിലും അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷന്റെ കേസ് അതല്ല. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷന്റെ കേസ് നോക്ക്. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷന്റെ ഈ കേസ് തൊട്ട് അതായത് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ക്വാഡ്രാറ്റിക്, ഞാൻ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഇമേജിന്റെ അകത്ത് നമുക്ക് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ കാണാൻ പറ്റും. അതുകൊണ്ടാണ്, അല്ലാതെ ഇവിടം തൊട്ട് ഇവിടം വരെ കഴിഞ്ഞാൽ അവർ പിന്നെ മാറുക അങ്ങനൊന്നും അല്ല. ഇത് ജസ്റ്റ് നമ്മുടെ ക്യാൻവാസിൽ ഇപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ലെഫ്റ്റിൽ തെന്റ് റൈറ്റിൽ തെന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റിൽ തെന്റ് തൊട്ട് റൈറ്റിൽ തെന്റ് വരെ എന്ത് ചെയ്യുന്നു? മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മനസ്സിലായി, ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഈ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ ബേസിക്കലി ഇയർ എക്സാക്ട്ലി ഒറ്റ പോയിന്റിൽ മാത്രമേ മാച്ച് ചെയ്യുന്നുള്ളൂ. ഒറ്റ പോയിന്റിലെ വാല്യൂ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയുള്ളെങ്കിൽ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷനും കൊണ്ട് എന്ത് നമുക്ക് ഈ കാണുന്ന ലെഫ്റ്റിൽ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള വാല്യൂ പറയാൻ പറ്റും. ഓക്കെ, അതാണ് ബേസിക്കലി ഡിഫറൻസ്. ആ പറഞ്ഞതിന്റെ മീനിങ് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ വെച്ച് നമ്മൾ എന്താ വന്നത്? നമ്മളൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്ത്, ഓക്കെ, ആ പോയിന്റിൽ ടാൻജന്റ് വരച്ച്, അങ്ങനെ വരച്ചാൽ ഈ പോയിന്റും ഇതിന് വളരെ അടുത്തുള്ള ഈ പോയിന്റിലേ പറയാൻ പറ്റൂ എന്ത്? ലിനിയർ അപ്രോക്സിമേഷന്റെ കേസ്. പക്ഷേ എങ്കിൽ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ അങ്ങനല്ല. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എനിക്ക് വേണമെങ്കിൽ ഈ പോയിന്റിൽ നിന്നുകൊണ്ട് ഈ പോയിന്റിലുള്ള വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്താ? കാരണം ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ വെച്ചത് ആ ലൈൻ വളച്ച് നമ്മളിതാ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് പറ്റി? ഈ ബ്ലൂ ലൈൻ ഈ റെഡ് ലൈനോട്ട് അലൈനായി. അപ്പോൾ ഈ ബ്ലൂ ലൈനിന്റെ അവിടുത്തെ വാല്യൂ റെഡ് ലൈനിന്റെ അവിടുത്തെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, f(x) = x² എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ലീനിയർ അപ്രോക്സിമേഷൻ കഴിഞ്ഞ് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് വലിയൊരു റേഞ്ചിൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞ. അതായത് ബേസിക്കലി ലീനിയർ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സിംഗിൾ പോയിന്റിൽ മാത്രം വാല്യൂ കിട്ടും. ഓക്കെ, പക്ഷെ ക്വാഡ്രാറ്റിക് ഈ ഒരു സിംഗിൾ പോയിന്റിൽ നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ വരച്ചാൽ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ വാല്യൂകളൊക്കെ മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. അതായത് എക്സ് എയോട് വളരെ ക്ലോസ് ആയിരിക്കണമെന്ന് വന്നല്ലോ. പക്ഷെ നമ്മളൊരു ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എടുക്കുന്നെങ്കിൽ നമ്മുടെ ഈ എ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 0 കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 1 വാല്യൂയും പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ കാരണം എന്താ? നമ്മളിതാ വളച്ച് അവിടെ എത്തിച്ചോണ്ടാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ബേസ് മീനിങ്. ഇനി ഒരു സംശയം തോന്നല്, ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ വെച്ച് മൊത്തം അങ്ങ് പ്രെഡിക്റ്റ് ചെയ്ത് കളയാൻ പറ്റുന്നു. അതായത് നമ്മൾ പറഞ്ഞ എന്താ? ലിനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഈ പോയിന്റും ഇതിന്റെ തൊട്ടടുത്തുള്ള വാല്യൂകൾ മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. ദൂരോട്ട് പോകുന്നതിന് ചെയ്താൽ ഡിസ്റ്റൻസ് കൂടും. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ വെച്ചിട്ട് എനിക്ക് ഈ പോയിന്റും ഈ പോയിന്റിന് വളരെ ദൂരോട്ടുള്ള ഈ പോയിന്റ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ തെറ്റിദ്ധരിക്കല്,
എനിക്ക് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ഉപയോഗിച്ചിട്ട് എൻ്റയർ പോയിന്റും പറയാൻ പറ്റും. എന്താ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു സൈൻ എക്സിന്റെ എക്സാമ്പിൾ എടുക്കും. അതിനുവേണ്ടി നമുക്ക് സൈൻ എക്സ് അല്ല, ആക്ച്വലി കോസ് എക്സ് എടുക്കുക ആദ്യം. ഓക്കെ, ഇതാണ് കോസ് എക്സിന്റെ ഗ്രാഫ്. ഈ വരച്ചേക്കുന്ന ബ്ലൂ ലൈനാണ് നമ്മുടെ കോസ് എക്സിന്റെ ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഈ റെഡ് ലൈനാണ് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ആൻഡ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 0. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഇതാ ഇവിടെ മാത്രം, തൊട്ട് മുമ്പത്തെ സൈൻ എക്സിന്റെ കേസ് എടുത്താൽ ഈ പോയിന്റിൽ കൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളല്ലോ. പക്ഷേ കോസ് എക്സിന്റെ കേസ് എടുത്താൽ ഇവിടെ മൾട്ടിപ്പിൾ പോയിന്റ്സിൽ കൂടി ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. അത് കോസ് എക്സിന്റെ ഗ്രാഫിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇതാ നോക്ക്, കോസ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്. ഇതിന്റെ 0-യിലുള്ളൊരു ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ഇത് 2 കണ്ടീഷൻ ഉണ്ടല്ലോ വരയ്ക്കാൻ. y വാല്യൂ സെയിം ആയിരിക്കണം, സ്ലോപ്പും സെയിം ആയിരിക്കണം എന്നുള്ള അതേ കണ്ടീഷൻ വെച്ച് ഞാൻ ഈ റെഡ് ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ വരച്ചപ്പോൾ അത് മൾട്ടിപ്പിൾ പോയിന്റ് ക്രോസ് ചെയ്തു. ഓക്കെ, ക്രോസ് ചെയ്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആക്ച്വലി ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം നമ്മൾ എടുക്കുന്ന വാല്യൂ എന്താ, നമ്മുടെ എ വാല്യൂ 0 അല്ലേ. അപ്പൊ നമുക്ക് 0-യുടെ അടുത്തുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ നിങ്ങളുടെ അറിവിനായിട്ട് കണ്ടിരിക്കുക, അത് മൾട്ടിപ്പിൾ പോയിന്റ്സിൽ എന്നെ ടച്ച് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ അല്ല, എനിക്ക് ഈ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഈ പോയിന്റിനെ എ ആയിട്ട് കൺസിഡർ ചെയ്യണം. നമ്മൾ ഈ പോയിന്റ് ഈ 0 എ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതും അതിനോട് അടുത്തുള്ള വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിർത്തും. ഈ കാണുന്ന റെഡ് ലൈൻ ആണല്ലോ കോസ് എക്സിന്റെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ഓക്കെ, അതിന്റെ ആ ലിനിയർ അപ്രോക്സിമേഷൻ ലൈനിന്റെ വാല്യൂ ആണ് 1. ഓക്കെ, 1 എങ്ങനെയാ വന്നതെന്ന് ചോദിക്കില്ലേ. നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്താ, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എ. ഇവിടെ നമ്മളെടുത്ത എയും എക്സും എന്താ, അല്ലെങ്കിൽ എ എന്താ 0. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായി, കോസ് 0. കോസ് 0 എന്താ 1. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 0 അല്ലേ. സൈൻ 0 എന്താ 0. 0യുടെ കൂടെ പിന്നെന്താ നമ്മൾ മൾട്ടിപ്ലൈ എക്സ്, നമുക്ക് വേണ്ടി ഡിസൈഡ് വാല്യൂ. അത് എയോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന ഒരു വാല്യൂ ആണല്ലോ. സോ എനി ഹൗ 0 മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് വരുമ്പോൾ അത് 0. അപ്പോൾ എന്ത് കിട്ടി, 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കോസ് എക്സിന്റെ ലിനിയർ അപ്രോക്സിമേഷൻ ആണ് ഈ 1. ഓക്കെ, അതുകൊണ്ടാണ് ഇത് y ഈക്വൽ ടു 1 കൂടി ലൈൻ പാസ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി y ഈക്വൽ ടു 1. അതുകൊണ്ടാണ് ഇത് y ഈക്വൽ ടു 1 കൂടി ലൈൻ പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് പറഞ്ഞ്, ഈ പോയിന്റിലെ മാത്രം വാല്യൂ നമുക്ക് ലിനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഈ കാണുന്ന 0 നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇതിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഇവിടം വരെയുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ടൈം ആഡ് ചെയ്യാൻ പോകും. എന്ത്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്യുമ്പോൾ, അത് ആഡ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനോ. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് ഇതാ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, എന്ത്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ അലൈൻ ആവുന്നില്ല. നോക്ക്, ഇവിടുന്ന് ഇവിടെ തമ്മിൽ ഗ്യാപ്പ് കുറഞ്ഞ് ഈ പോയിന്റ് എത്തുമ്പോൾ അവർ മെർജോ. എവിടം വരെ മെർജായി ഇവിടം വരെ മെർജായിട്ട് പിന്നെ താഴോട്ട് വരുമ്പോൾ വേണ്ട അവരുടെ ഡിസ്റ്റൻസ് കൂടി വരും. അതായത് ബേസിക്കലി ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ എന്ത് ചെയ്ത് അവർ മെർജ് ചെയ്ത് നമ്മളോ ടേം ആഡ് ചെയ്തപ്പോൾ, ഒരു ക്വാഡ്രാറ്റിക് ടേം ആഡ് ചെയ്തപ്പോൾ, മനസ്സിലായോ? ആ ക്വാഡ്രാറ്റിക് ടേം ഇതാ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, സെയിം സാധനം നമ്മുടെ ഇക്വേഷൻ്റെ അകത്തോട്ട് ഇട്ട് നോക്ക്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ടേം എന്തോന്നാ, എഫ് ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇതിൻ്റെ അകത്ത് എ എന്താ, എ സ്റ്റിൽ 0 തന്നെ. അപ്പം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. കോസ് എയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തോന്നാ, മൈനസ് കോസ് എ. ചെയ്ത് നോക്ക്. അതായത് കോസ് എയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈനയുടെ ഡെറിവേറ്റീവ് എന്താ പറയുന്നത്, മൈനസ് കോസ് എ. സോ കോസ് എയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എ തന്നെ. അപ്പം ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ എന്ത് കിട്ടി, മൈനസ് കോസ് 0. മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ എന്തോന്നാ, -1 തന്നെ. ഓക്കെ, അപ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോന്നോ, -1/2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്ക് വരെ 0, എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. അതായത് -1/2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, -x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അത് തന്നെയല്ലേ ഈ മേളിൽ കണ്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സാധനം തന്നെ ഈ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സാധനം നമുക്ക് എന്താ കിട്ടി, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ആക്യുറേറ്റ് ആണ്. ഓക്കെ,
അതാ ഞാൻ പറഞ്ഞു, ഒരിക്കലും ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എടുത്താൽ നമുക്ക് ഫുള്ള് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കില്ലേ. മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാൽ ലിനിയർ അപ്രോക്സിമേഷൻ എടുത്താൽ നമുക്ക് ഒറ്റ പോയിന്റിലെ വാല്യൂവിനോട് വളരെ അടുത്തുള്ള വാല്യൂ മാത്രമേ കണ്ടുപിടിക്കൂ. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ എടുത്ത് നമുക്ക് ഇച്ചോട് ദൂരെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനെ പറഞ്ഞ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഫുള്ളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് നോക്ക്, ഫുള്ള് കോസ് എക്സ് മാച്ച് ചെയ്യണം എന്ത് വേണം? ഈ ലൈൻ വീണ്ടും വളഞ്ഞ് ഇങ്ങോട്ട് മാച്ച് ചെയ്യണം, ഈ റൈറ്റിലെ ലൈൻ വീണ്ടും വളഞ്ഞ് ഇങ്ങോട്ട് മാച്ച് ചെയ്യണം. പക്ഷെ അതല്ലല്ലോ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് എല്ലാം ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളു. അതായത് ഇങ്ങോട്ട് നോക്ക്, ഗ്യാപ്പ് കൂടി കൂടി വരുവായി റൈറ്റ് സൈഡിൽ. ലെഫ്റ്റിലോട്ട് നോക്ക്, ഗ്യാപ്പ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് ബേസ് ഡിഫറൻസ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഇ റൈസ് ടു എക്സ് എടുത്താൽ ഒരു കാരണവശാലും ഈ കാണുന്ന റെഡ് ലൈൻ ആണ് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ തെറ്റിദ്ധരിക്കില്ല. ഈ കാണുന്ന ബ്ലൂ ആണ് നമ്മുടെ ആക്ച്വൽ ഇ റൈസ് ടു എക്സ് ഫംഗ്ഷൻ. പക്ഷേ ഈ കാണുന്ന റെഡ് ലൈൻ അല്ല നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ. ഓക്കെ, ഈ റെഡ് ലൈൻ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ 1 എന്നല്ലേ കണ്ടേ? ഓക്കെ, നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷന്റെ ഇക്വേഷൻ എന്താ? എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ അല്ലേ? അതിൻ്റെ അകത്ത് എഫ് ഓഫ് എ ആയി കാണുന്നത്. ഓക്കെ, എഫ് ഓഫ് എ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ ആഡ് ആയിട്ടില്ല. ഓക്കെ, അത് ആഡ് ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്ക്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? ഇ റൈസ് ടു എക്സ് അല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പം എഫ് ഓഫ് എ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. എ നമ്മൾ 0 എന്ന് പറഞ്ഞു. ഇവിടെ സെയിം തന്നെ, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എ എന്ന് പറഞ്ഞാൽ 0. അപ്പം എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0 1 കിട്ടി. ഓക്കെ, അപ്പം എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ വരും? എഫ് ഡാഷ് ഓഫ് എ എന്താ? അതായത് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്തോന്ന് തന്നെ ഇ റൈസ് ടു എക്സാ. അപ്പം എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എ തന്നെ. ഓക്കെ, അപ്പം എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ എ 0 വന്നാൽ എന്ത് കിട്ടും? ഇ റൈസ് ടു 0 ഇൻറ്റു എക്സ് മൈനസ് 0 എന്ന് വരും. അതായത് അതും എന്ത് കിട്ടും? 1 ഇൻറ്റു എക്സ് എന്ത് കിട്ടും? എക്സ്. ബേസിക്കലി എന്ത് കിട്ടി? 1 പ്ലസ് എക്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, ജസ്റ്റ് എഴുതി നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. കറക്റ്റ് കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്ന റെഡ് ലൈനാണ് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ. ഇതൊന്ന് സൂം ചെയ്താൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കൽ ഞാൻ ഓൾറെഡി വന്ന് നേരത്തെ നമ്മുടെ ലിമിറ്റേഷൻ കൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഈ ഒരു ഒറ്റ പോയിന്റിൽ മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ വളരെ അടുത്തുള്ള ചെറിയ ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലോ, വളരെ ചെറിയ ഡിഫറൻസിലെ ലീനിയർ അപ്രോക്സിമേഷനെ പറയാൻ പറ്റുന്നു. ഇതിൻ്റെ അകത്തോട്ട് ടേം കൂടെ ആഡ് ചെയ്യാൻ പോവാ. ഈ ടേം ആണ് നോക്ക്, പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. പേപ്പർ മേനെ എഴുതി കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക, സിമ്പിൾ ആയിട്ട് കിട്ടും. ഇത് നോക്ക്, അപ്പോൾ എന്ത് പറ്റി? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ റെഡിയായി. നേരത്തെ ലിനിയർ അപ്രോക്സിമേഷൻ വന്നപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വളരെ അടുത്തുള്ളേ പറ്റത്തുള്ളൂ. പക്ഷേ നോക്ക്, ഇവിടം തൊട്ട് ഇവിടം വരെ കിട്ടി. ഓക്കെ, അതാണ് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷന്റെ ബ്യൂട്ടി. പക്ഷെ നമുക്ക് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ കൊണ്ട് ഈ ഫംഗ്ഷൻ ഫുള്ള് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ പറ്റി. അതായത് ലിനിയർ അപ്രോക്സിമേഷനെക്കാട്ടിൽ കൂടുതൽ പറ്റി, ബട്ട് ഫുൾ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ആക്ച്വലി ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഓക്കെ, ഞാൻ ആ ഡിഫറൻസ് മനസ്സിലായി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു കറക്റ്റ് സാധനം മനസ്സിലായില്ലേ? ആ ഡിഫറൻസ് ലിനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലും ഒറ്റ പോയിന്റ് എടുക്കുന്ന നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എ, അതും അതിന് വളരെ അടുത്തുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് പറ്റൂ. പക്ഷെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ വന്നാൽ ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും അതിൽ നിന്ന് കുറെ അധികം ദൂരെയുള്ള പോയിന്റ്സും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ബട്ട് മൊത്തം ഫംഗ്ഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇത് മൊത്തം ഫംഗ്ഷനെ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പുതിയ ടേം ആഡ് ചെയ്തപ്പോഴല്ലേ ഇതുപോലെ ഉണ്ട്, പുതിയ ടേംസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ആൻഡ് ഇതേ കോൺസെപ്റ്റ് ലൈൻ ബെൻഡിങ് പറയുന്നത്. ലൈൻ ബെൻഡിങ് അറിയാത്തവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതിനുള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റി? കൂടുതൽ ടേംസ് ഇവിടെ ആടും. ഓക്കെ, സോ ബേസിക്കലി ഇനി സൈൻ എക്സിന്റെ കേസിലോട്ട് വന്നാൽ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ തന്നെ കാണുന്ന റെഡ് കർവ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എന്റെ എക്സ് മൈനസ് എയിൽ എഫ് ഓഫ് എയുടെ അവിടെ സൈൻ എയും എഫ് ഡാഷ് ഓഫ് എയുടെ അവിടെ ഡെറിവേറ്റീവ് സൈൻ എ, അതായത് മൈനസ് കോസ് എ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്ക് 0 ഇട്ട് കൊടുത്താൽ നമുക്ക് ഫസ്റ്റിലത്തെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ ടൈം 0 ഇപ്പോൾ. സെക്കൻഡ് ടൈം മാത്രം നമുക്ക് എന്ത് കിട്ടും? എക്സ് മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ടൈം ആഡ് ചെയ്യുമ്പോൾ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അതിന് മുമ്പ് വേണ്ടേ സൈൻ്റെ ഫംഗ്ഷൻ എടുത്താൽ നമുക്ക് വേണ്ടേ എക്സാക്ട്ലി ഈ പോയിന്റിൽ മാത്രമേ പറയാൻ പറ്റൂ. ഈ പോയിന്റിലോട്ട് ഈ പോയിന്റിൽ വരെയും തെറ്റിദ്ധരിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ലൈൻസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ ലൈൻ റെഡ് ലൈൻ ഇച്ചിരി തിക്കറായിട്ട് വരച്ചേക്കുന്നുണ്ട്. തിന്നറായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആക്ച്വലി ഈ
പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും ഇതിന് വളരെ അടുത്തുള്ള വാല്യൂ മാത്രമേ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി ഞാൻ സൈൻ എക്സിൻ്റെ അകത്തോട്ട് ഒരു ക്വാഡ്രാറ്റിക് ടേം ആഡ് ചെയ്യാൻ നോക്കിയാൽ ആഡായി. അപ്പോൾ എന്ത് പറ്റി, എനിക്ക് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി. എന്ത് വേണ്ട, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്ക്, എക്സ് മൈനസ് എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ. എന്ത് ബൈ 3 ഫാക്ടോറിയൽ. പക്ഷെ നമ്മൾ ആക്ച്വലി കണ്ടെടുത്ത് എന്ത്, നമ്മുടെ ക്വാഡ്രാറ്റിക് ടേം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ടേമിൻ്റെ അകത്തോട്ട് ഒരു ബൈ 2 ഫാക്ടോറിയൽ ഉള്ള ടേം ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. ഏത് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 ആണ്. നമ്മുടെ ഒരു ബൈ 2 ഫാക്ടോറിയൽ ഉള്ള ടേം ആഡ് ചെയ്യുമ്പോഴാണ് അത് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ആവുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ, ബൈ ഒരു 3 ഫാക്ടോറിയൽ ആവുന്നത്. അതെങ്ങനെ പറ്റി? എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നത്, സൈൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തോന്നാ, സൈൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തോന്നാ, സൈൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് തന്നെ. ഓക്കെ, അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണല്ലോ നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ടേം. ഓക്കെ, അപ്പൊ അതും സൈൻ്റെ ടേം തന്നെ. നമ്മളിവിടെ എടുക്കുന്ന എ എന്താ, 0. അപ്പൊ നമ്മൾ അൾട്ടിമേറ്റ്ലി എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ ബൈ 2 ഫാക്ടോറിയൽ എന്ന് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൈനസ് സൈൻ എ ഇൻറ്റു എക്സ് മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് ജസ്റ്റ് പേപ്പറിൽ എഴുതി നോക്കിയത്. ആൻഡ് അൾട്ടിമേറ്റ്ലി അത് സൈൻ എ എന്ന് പറഞ്ഞ 0 ഉണ്ട്, സൈൻ 0 ആവും, അത് മൊത്തം 0 ഇപ്പോൾ. സോ ഇവിടുത്തെ ക്വാഡ്രാറ്റിക് ടേം എൻ്റയർലി 0 അപ്പോൾ ഈ കാണുന്ന ഈ ടേം എന്താ, എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടൈലർ സീരീസിലെ എന്ത് തേർഡ് എലമെന്റ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ ക്യൂബ് എന്ന ഈ കാണുന്ന സെക്കൻഡ് ടേം മൊത്തത്തിൽ 0 ആയിപ്പോയി. ഓക്കെ, അതാണ് ഈ കാണുന്നത്. സൈൻ്റെ കേസ് മനസ്സിലായി. ഇവിടെ നോക്കിയാൽ എന്ത് മനസ്സിലാവും, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൊത്തം എൻ്റെ ഫംഗ്ഷനും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ജനറൽ ഐഡിയ മൊത്തത്തിൽ കിട്ടിയല്ല. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ടൈം ആക്ച്വലി എന്താ ചെയ്യുന്നത്, ലീനിയർ അപ്രോക്സിമേഷനും ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ തമ്മിലുള്ള ശരിക്കും ഡിഫറൻസും. സോ ഇനി തൊട്ടു മുമ്പേ ലീനിയർ അപ്രോക്സിമേഷന് നമ്മൾ ജസ്റ്റ് ഒരു 5 എക്സാമ്പിൾസ് ഇത് നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനും ഓക്കെ റിയൽ ടൈമിൽ വന്ന ടൈം ഡയലേഷൻ ഒക്കെ സോൾവ് ചെയ്യാനും ഒരു 5 ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷൻസ് അല്ല, ജസ്റ്റ് ഡെറൈവ് ചെയ്തെടുത്ത കുറച്ച് ആപ്ലിക്കേഷൻ വാല്യൂസ്. ഓക്കെ, അത് ഇവിടെ കാണിച്ചു തരാം. നേരത്തെ അതേ ഓർഡറിൽ തന്നെ ഫസ്റ്റ് നമ്മുടെ സൈൻ എക്സ്. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഇതുപോലെ കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതിന് മുമ്പ് ഫസ്റ്റ് ഈ കാണുന്ന വയലറ്റ് ലൈനാണ് എന്ത്, നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഓക്കെ, ഈ കാണുന്ന ഗ്രീൻ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ റിയൽ ഫംഗ്ഷൻ. ഈ കാണുന്ന റെഡ് ലൈനാണ് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷനും ഈ കാണുന്ന വയലറ്റ് ലൈനാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷനും. ഈ കാണുന്ന സൈൻ എക്സ് ആണ്. ഓക്കെ, സൈൻ എക്സ് ആണോ അല്ലെ സൈൻ എക്സ് പോലും ഇരിക്കുന്നില്ലല്ലോ, ഒന്ന് തെറ്റിദ്ധരിക്കണ്ട, കാണിച്ചു തരാം. കണ്ടു നോക്ക്, ഈ കാണുന്ന ഇത്രയും ഒരു പാർട്ട്. ഓക്കെ, ഇത്രയും ഒരു പാർട്ട് മാത്രം ഈ കാണുന്ന ഇത്രയും സെഗ്മെന്റ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ ചെയ്ത ലീനിയർ അപ്രോക്സിമേഷന്റെ കേസ് അത് ജസ്റ്റ് അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യുന്നതേ ഉണ്ട്. നമ്മുടെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷന്റെ ഇക്വേഷൻ എന്താ, എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 ഇൻറ്റു 1. സോ അതാണ് 2 ആയത്. എന്ത് ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ആയിട്ട് 0 അത് മറക്കല്ലേ, തൊട്ട് മുമ്പേ കമ്പ്യൂട്ട് ചെയ്ത പോലെ തന്നെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, എഴുതി നോക്കുക. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ സൈൻ എക്സിന്റെ നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 6 എന്ന് കിട്ടും. ഓക്കെ, സെയിം ഗോസ് ഫോർ കോസ് എക്സ്. നോക്കിക്കോ, ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാത്തത് തൊട്ട് മുമ്പേ ലീനിയർ അപ്രോക്സിമേഷൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് വരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നശിപ്പിക്കാത്തത്. കോസ് എക്സിന്റെ അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, ഇനി അതുപോലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ അതുപോലെ തന്നെ എന്ത് നാച്ചുറൽ ലോഗിന്റെ അതുപോലെ തന്നെ നമ്മുടെ പവർ ഫംഗ്ഷൻ. ഓക്കെ, ജസ്റ്റ് ഡു വൺ തിങ്, ടേക്ക് എ പേപ്പർ ആൻഡ് എ പെൻ, എന്നിട്ട് അതിൽ എഴുതി നോക്കുക, സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് കറക്റ്റ് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, ഇനി തൊട്ട് മുമ്പേ ലീനിയർ അപ്രോക്സിമേഷൻ ചെയ്തതിൻ്റെ തൊട്ട്
റിയൽ ടൈം ആപ്ലിക്കേഷൻ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് കാണിച്ചിട്ട് അവിടെ നമുക്ക് ഒരു പോയിന്റിലെ യൂസ് ചെയ്തിട്ട് ലിനിയർ അപ്രോക്സിമേഷൻ യൂസ് ചെയ്തതിന്റെ കൂട്ട് നമുക്ക് വേറെ കുറെ ആപ്ലിക്കേഷൻസിൽ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻസ് വേണ്ടി വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബേസിക്കലി നിങ്ങളോട് ഇപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരും, ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ അറ്റ് 0 സോൾവ് ദിസ് എന്നുകൊണ്ടൊരു വലിയ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ വന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്യാം. ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ലിനിയർ അപ്രോക്സിമേഷനും ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷനും പിന്നെ അതിന്റെ യൂസ്, അതിന്റെ ഒരു വിഷ്വൽ എക്സാമ്പിൾ എല്ലാം കാണിച്ചു തന്നൊന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.